ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്കിന് സമീപം വീണ്ടും യുദ്ധഭീതി പടർത്തിക്കൊണ്ട് പുതിയൊരു ആക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഖത്തറിലെ ദോഹയിൽ നിന്നും ഏകദേശം 23 നോട്ടിക്കൽ മൈൽ വടക്കുകിഴക്ക് മാറിയാണ് ഒരു വാണിജ്യ കപ്പലിന് നേരെ അജ്ഞാത പ്രഹരമുണ്ടായിരിക്കുന്നത്. കടൽമാർഗമുള്ള വ്യാപാരം സുരക്ഷിതമാണെന്ന് ലോകം കരുതിയിരുന്ന ഒരു സമയത്താണ് അപ്രതീക്ഷിതമായി നടന്ന ഈ ആക്രമണം ആഗോള വിപണിയെയും നയതന്ത്ര ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുന്നത്. ബൾക്ക് കാരിയർ വിഭാഗത്തിൽപ്പെട്ട കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അജ്ഞാതരായ ഒരു വസ്തു കപ്പലിൽ വന്ന് പതിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ആഘാതത്തിൽ കപ്പലിന് ചെറിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഡെക്കിൽ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തതായാണ് പ്രാഥമിക വിവരങ്ങൾ. എന്നാൽ കപ്പലിലെ ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം വലിയ തീപിടുത്തം ഒഴിവാക്കാനാക്കിയെന്നും വാർത്തകളുണ്ട്. ഭാഗ്യവശാൽ ഈ ആക്രമണത്തിൽ ആർക്കും ജീവഹാനി സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് പുതിയ വാർത്തകൾ പുറത്തുവരുന്നത്. കപ്പലിൽ നിന്ന് സമുദ്രത്തിലേക്ക് എണ്ണ ചോർച്ചയോ മറ്റ് പാരിസ്ഥിതിക ആഘാതങ്ങളോ ഉണ്ടായിട്ടില്ല എന്നതും വലിയ ആശ്വാസകരമായ വാർത്തയാണ്. എങ്കിലും ഖത്തറിന് ഇത്രയും സമീപം നടന്ന ഈ സുരക്ഷാ ലംഘനം മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് വലിയ ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത്. ഏത് രാജ്യത്തിൻ്റെയോ ഗ്രൂപ്പിൻ്റെയോ ഭാഗത്തു നിന്നാണ് ഈ നീക്കമുണ്ടായതെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് അതീവ ജാഗ്രത വേണ്ട സമയം കൂടിയായിട്ടുണ്ട്. ആഗോളതലത്തിൽ വിതരണം ചെയ്ത അസംസ്കൃത എണ്ണയുടെ സിംഹഭാഗവും കടന്നുപോകുന്നത് ഈ ഇടുങ്ങിയ കടൽ പാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുണ്ടാകുന്ന ചെറിയൊരു അസ്ഥിരത പോലും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഈ പശ്ചാത്തലത്തിൽ നടന്ന ആക്രമണം കേവലം ഒരു കപ്പലിന് നേരെയുള്ളതല്ല, മറിച്ച് ആഗോള സാമ്പത്തിക ഭദ്രതയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയായിട്ടാണ് നിരീക്ഷകരും കാണുന്നത്. ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ ഈ സംഭവത്തിന് പിന്നിലുണ്ടോ എന്ന് അധികൃതർ അന്വേഷിച്ചു വരികയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള തർക്കങ്ങളും മേഖലയിലെ മറ്റ് പ്രാദേശിക പോരാട്ടങ്ങളും കപ്പൽ ഗതാഗതത്തെ മുൻപും ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ദോഹയ്ക്ക് ഇത്രയടുത്ത് ഇത്തരമൊരു സംഭവം നടക്കുന്നത് അപൂർവമാണ്. ഇത് മേഖലയിലെ സുരക്ഷാ നിരീക്ഷണ സംവിധാനങ്ങളുടെ പോരായ്മയാണോ എന്ന് പരിശോധിക്കപ്പെടുന്നുണ്ട്. ആക്രമണത്തെക്കുറിച്ച് മേഖലയിലെ മറ്റ് കപ്പലുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നാവികസേനയുടെ പട്രോളിംഗ് കപ്പലുകൾ സംഭവസ്ഥലത്തേക്ക് തിരിക്കുകയും കപ്പലിന് ആവശ്യമായ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വാർത്തകൾ. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത് അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് പറയപ്പെടുന്നത്. സമാധാനപരമായി വ്യാപാരം നടത്തുന്ന കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുന്നത് ആഗോള വ്യാപാരത്തെ തടസ്സപ്പെടുത്താൻ ബോധപൂർവം നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് പല രാജ്യങ്ങളും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ കുറ്റവാളികളെ കണ്ടെത്താൻ അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. ഖത്തർ സർക്കാരും ഈ വിഷയത്തെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. തങ്ങളുടെ സമുദ്ര അതിർത്തിയോട് ചേർന്ന് നടന്ന ഈ സ്ഫോടനം ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഒന്നാണ്. മേഖലയിലെ സമാധാനത്തിന് മുൻതൂക്കം നൽകുന്ന രാജ്യമാണ് ഖത്തർ എന്നതുകൊണ്ട് തന്നെ ഇത്തരം പ്രകോപനങ്ങൾ മേഖലയുടെ സ്ഥിരതയെ തകർക്കുമെന്നും അവർ ആശങ്കപ്പെടുന്നുണ്ട്. നയതന്ത്ര തലത്തിൽ ഖത്തർ ഈ വിഷയം ഉയർത്താനാണ് സാധ്യത. ആക്രമണത്തിന് ഉപയോഗിച്ച പ്രൊജക്ടൈൽ ഡ്രോണാണോ അതോ മിസൈലോ ആണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾക്ക് ഡ്രോണുകൾ ഉപയോഗിച്ച ചരിത്രമുള്ളതിനാൽ അന്വേഷണ ഏജൻസികൾ ആ ദിശയിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കപ്പലിലെ നാശനഷ്ടങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ ഉപയോഗിച്ച ആയുധത്തിൻ്റെ ശക്തിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും സാധിക്കൂ. കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ അന്താരാഷ്ട്ര നാവിക സഖ്യം മേഖലയിൽ കൂടുതൽ കപ്പലുകളെ വിന്യസിക്കാൻ സാധ്യതയുണ്ട്. ഇൻഷുറൻസ് കമ്പനികൾ ഗൾഫ് മേഖലയിലൂടെയുള്ള കപ്പൽ യാത്രകൾക്ക് പ്രീമിയം വർദ്ധിപ്പിക്കാൻ ഈ സംഭവം കാരണമായേക്കാം. ഇത് ക്രമേണ ഉപഭോക്താക്കളിലേക്കെത്തുന്ന ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിനും വഴിയൊരുക്കും. യുദ്ധഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ചെറിയ സ്പാർക്ക് മതി വലിയൊരു സ്ഫോടനത്തിന്. ഹോർമൂസ് കടലിടുക്ക് ഒരു വെടിമരുന്ന് ശാലയ്ക്ക് മുകളിലാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഓരോ നീക്കങ്ങളും ഓരോ രാജ്യങ്ങളും തങ്ങളുടെ താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്തതോടെ ആഗോള എണ്ണ വിപണിയിൽ നേരിയ ചലനങ്ങളും പ്രകടമായിട്ടുണ്ട്. വിതരണ ശൃംഖലയിൽ തടസ്സമുണ്ടാകുമോ എന്ന ഭയം നിക്ഷേപകരെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്ന ഭീതി നിലനിൽക്കുന്നതിനാൽ മിക്ക കപ്പൽ കമ്പനികളും തങ്ങളുടെ യാത്രാ പ്ലാനുകളിൽ മാറ്റം വരുത്താനും ആലോചിക്കുന്നുണ്ട്. സമുദ്ര സുരക്ഷാ ഏജൻസികൾ നൽകുന്ന വിവരമനുസരിച്ച് ഇത്തരം ആക്രമണങ്ങൾ ആസൂത്രിതമായി നടത്തുന്നതാണ് എന്നാണ് വിവരം. കൃത്യമായ ലക്ഷ്യത്തോടെയും സമയക്രമത്തോടെയുമാണ് ഇവ നടപ്പിലാക്കുന്നത്. ഇത് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും തങ്ങളുടെ സൈനിക കരുത്ത് പ്രദർശിപ്പിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗവുമാകാം. ദോഹയ്ക്ക് സമീപമുണ്ടായ ഈ സംഭവം ഗൾഫ് മേഖലയിലെ സഹകരണത്തെയും ബാധിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ. അയൽരാജ്യങ്ങൾ തമ്മിലുള്ള സുരക്ഷാ ഏകോപനം കൂടുതൽ ശക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത ഇത് അടിവരയിടുന്നുണ്ട്.
സമുദ്രാതിർത്തികളിൽ കൂടുതൽ റഡാർ സംവിധാനങ്ങളും ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങളും സ്ഥാപിക്കാൻ രാജ്യങ്ങൾ നിർബന്ധിതരാകേണ്ട സാഹചര്യവും ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്.